ഒരു പ്ലാൻ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് മോക്ക് ടെസ്റ്റ് കണ്ട് ഇങ്ങനെ പോയതാ. അപ്പം മോക്ക് ടെസ്റ്റ് പോയപ്പോൾ തോന്നി ഒരു വർഷം നീറ്റിന് ഇങ്ങനെ പോവാൻ തോന്നി. അപ്പൊ അങ്ങനെ നീറ്റിന് വന്നതാണ്. ആദ്യ സമയത്ത് തന്നെയാണ് നമ്മൾ നിമിക്ക് ഈ ഒരു വലിയ മാർക്കിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ വലിയധികം സന്തോഷമുണ്ട്. വലിയ ടെൻഷനൊന്നും ഇല്ലാതെ അങ്ങനെ ഫ്രീ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു റിവിഷൻസ് ആണ് കുറച്ചുകൂടെ ഒന്ന് റെഡി ആയിട്ട് വന്നത്. ബാക്കിയൊക്കെ അങ്ങനെ പഠിച്ചു പോകാന്നല്ലാണ്ട് റിവിഷൻസ് വരുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കാണും. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിൻ്റെ പാറ്റേണിലൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം വന്നത്. നീറ്റ് മോഡൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എഴുതി നീറ്റ് മോഡലത്തെ ഒരു ക്വസ്റ്റ്യൻ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു എക്സാമിന്. അപ്പോൾ എന്താ നീറ്റ് മോഡൽ ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേ? ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വയനാട് ബത്തേരി സ്വദേശി നിമി ജോസഫാണ്. അപ്പോൾ 2024 നിമി ജോസഫിന്റെ നീറ്റിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ് നിമി, എന്താണ് വിശേഷം? സുഖമാണ്. ഈ 24 നീറ്റ് മെയ് 5 എക്സാം കഴിഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? പൊതുവെ മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നു. താരതമ്യേന എളുപ്പമായിരുന്നു എന്നുള്ളൊരു ആയിരുന്നു. ഓക്കെ, എത്ര മാർക്കാണ് മോള് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് നീറ്റില്? 658 മാർക്ക്. 658. ഏകദേശം കീ വെച്ച് നോക്കിയപ്പോൾ 658 മാർക്ക് ഉണ്ടെന്നാണ് നിമി പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാണ്? നമ്മൾ ക്രിസാലിസിനെ മോള് ഇത്ര വിശ്വസിച്ച് ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ട ഒരു സാഹചര്യം പറയാൻ പറ്റുമോ? പ്ലസ് ടു കഴിഞ്ഞിട്ടിപ്പോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് മോക്ക് ടെസ്റ്റ് കണ്ട് ഇങ്ങനെ പോയതാ. അപ്പൊ മോക്ക് ടെസ്റ്റ് പോയപ്പോൾ തോന്നി ഒരു വർഷം നീറ്റിന് ഇങ്ങനെ പോവാൻ തോന്നി. അപ്പൊ അങ്ങനെ നീറ്റിന് വന്നതാണ്. ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ക്രാഷ് ചെയ്തിട്ടില്ല. നേരിട്ട്. അപ്പൊ ആദ്യ സമയത്ത് തന്നെയാണ് നമ്മൾ നിമിക്ക് ഈ ഒരു വലിയ മാർക്കിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ വലിയധികം സന്തോഷമുണ്ട്. അപ്പൊ അതിലുപരി ക്രിസാലിസിനെ കുറിച്ച് എന്താണ് മോൾക്ക് ഈ ഒരു വർഷം 2023-24 റിപ്പീറ്റഡ് ബാറ്റ് സ്റ്റുഡന്റ് ആയിരുന്നല്ലോ നിമ്മി. അപ്പൊ ഈ ഒരു വർഷം എങ്ങനെയാണ് മോൾക്ക് ഈ ഒരു വലിയ സ്കോറിലേക്ക് എത്തിച്ചേറിയ ആദ്യ ശ്രമത്തിൽ തന്നെ ഇത്രയും വലിയ മാർക്ക് കിട്ടാനുള്ള കാരണം എങ്ങനെ കിട്ടിയെന്നുള്ളതൊന്ന് വിവരിക്കാൻ പറ്റുമോ? എങ്ങനെ കിട്ടിയോ ചോദിച്ചാൽ ഇവിടുത്തെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഇങ്ങനെ പഠിക്കണ ആ ഒരു പ്ലാൻ. എങ്ങനെ നമ്മള് നിലവില് നമുക്കറിയാം ഗോൾഡൻ ഷെഫ് സാർ പറയുന്ന പോലെ ഗോൾഡൻ അവർ 2 മണിക്കൂർ അല്ലെ? എല്ലാ ദിവസവും വൈകുന്നേരം 2 മണിക്കൂർ ബയോളജി നമ്മൾ 2 മണിക്കൂർ പഠിക്കാൻ ചെയ്യാറുണ്ട്. അതിനകത്ത് അപ്പൊ തന്നെ നമ്മൾ എക്സാം നടത്താറുണ്ട്. ഒരു 1 hour എക്സാം, ഒരു 30 ക്വസ്റ്റിന്റെ എക്സാം നടത്താറുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് സഹായമായിട്ട് 360 മാർക്കിൽ 360 ബയോളജി പഠിക്കാൻ സഹായമായിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ് നീറ്റിൽ മോൾക്ക്? നിമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ സബ്ജക്ട് ഏതാണ്? സ്കോർ ചെയ്യാൻ പറ്റിയത് ബോട്ടണിയാണ്. ഓക്കെ, കെമിസ്ട്രിയും പിന്നെ ഫിസിക്സ് ഒക്കെ എങ്ങനെയാണ്? താരതമ്യം എങ്ങനെയാണ് മോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്? ഓക്കെ, ഹോസ്റ്റലിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് മോൾക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു വർഷക്കാലം? ഒന്ന് പറയാൻ പറ്റും? വലിയ ടെൻഷനൊന്നും ഇല്ലാതെ അങ്ങനെ ഫ്രീ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു മിസ്സുമാര്, സാറന്മാര്, എല്ലാവരും മാനേജ്മെന്റ് എങ്ങനെയാണ് മോൾക്ക് ഇതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സ്, ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു? അധ്യാപകരൊക്കെ എങ്ങനെയാണ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു മോൾക്ക്? ക്ലാസ്സൊക്കെ ഭയങ്കര നല്ലായിരുന്നു. നന്നായിട്ട് കേൾക്കാൻ പറ്റില്ല. നമുക്കറിയാം 100% ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ഈ വർഷം കൊടുത്തിട്ടില്ല അല്ലേ? ഹൈബ്രിഡ് ഓൺലൈൻ പോലുള്ള ഒന്നും നമുക്ക് കൊടുക്കാണ്ട് 100% ക്ലാസ് റൂം ബാച്ചിലായിട്ട് എന്തിട്ടുണ്ട് നമ്മള് എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മള് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് വലിയ സഹായമായിട്ടുണ്ടാവും. അപ്പൊ ഓൺലൈന് ആണെങ്കിൽ എങ്ങനെയായിരിക്കും മോൾക്ക് അത് ഇതിന് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്തുകൊണ്ട് 100% നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഒരുപാട് സഹായമായിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ വർഷം പഠിച്ചപ്പോൾ ഒരു വർഷം ഹോസ്റ്റലിൽ നിന്നിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമ്മളെ ക്രിസാലിസ് മെർക്കുറിയുടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് മോള് ഒരു വർഷം അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഹോസ്റ്റലിൽ എങ്ങനെയായിരുന്നു മോൾക്ക്? ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണ് മോള്? വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അറിയാം, ഒരു വർഷം മാറി നിൽക്കുമ്പോൾ എന്തൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു മോൾക്ക്? തുടക്കത്തിൽ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നത്, അപ്പൊ അതിന്റെ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോ എല്ലാത്തിനോടും ഓക്കെ ആയി. നല്ലായിരുന്നു. മിസ്സുമാരൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അക്കാഡമിക്സിന്റെ കാര്യത്തിൽ നല്ല സ്ട്രിക്റ്റ് ആണ്, എന്നാ പുറമെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. മാനേജ്മെന്റ് സൈഡിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു മോൾക്ക്? ഡയറക്ടേഴ്സ് എല്ലാവരും അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട സാറന്മാർ ആരാണ് നമ്മുടെ സബ്ജക്റ്റില്? എല്ലാവരും അടിപൊളിയാണ്. അതെല്ലാം അടിപൊളിയാണ്, നമ്മൾ കൊടുക്കുന്ന എല്ലാം അടിപൊളിയാണെന്നാണ് നിമി പറയുന്നത് അല്ലേ? അപ്പൊ നമുക്കറിയാം 2023 ജൂണിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അല്ലേ? 2023 ക്ലാസ് ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 30 അതായത് മെയ് 3 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ 3 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മള്. അപ്പൊ ആ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്? സ്റ്റഡി പ്ലാൻ നമുക്കറിയാം ബേസിക് ക്ലാസ്സുകൾ, പിന്നെ സീരീസ് എക്സാമുകൾ, പിന്നെ ലാസ്റ്റ് നീറ്റ് മോഡൽ, അങ്ങനെ 4 സെക്ഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ബേസിക് ലെവൽ മോൾക്ക് എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? നന്നായിട്ട് ബേസിക് ലെവലൊക്കെ നല്ല ഓക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ നമ്മൾ ഏകദേശം ഒരു കറക്റ്റ് സമയത്തിൻ്റെ അനുസരിച്ചുള്ള തന്നെ December 30 കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷത്തെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ January, February, March, April 4 മാസക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്, 2.5-3 മാസക്കാലം സീരീസ് എക്സാം നടത്തിയിട്ടുണ്ട്. +1, +2 റിവിഷൻസ് അല്ലേ, +1, +2 റിവിഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ നൈറ്റ് എക്സാം കൂടെ എന്ത് ബയോളജി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം നമുക്ക് സഹായകരമായിട്ടുണ്ടായിരുന്നു ചെയ്തൊക്കെ? റിവിഷൻസ് ആണ് കുറച്ചുകൂടെ ഒന്ന് റെഡി ആയിട്ട് വന്നത്. ബാക്കിയൊക്കെ അങ്ങനെ പഠിച്ചു പോകാന്നല്ലാണ്ട് റിവിഷൻസ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിന്റെ പാറ്റേണിലൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം വന്നത്. ഓക്കെ. അപ്പോൾ ഏകദേശം നമുക്ക് സീരീസ് അതുപോലെ നീറ്റ് മോഡൽ അല്ലേ. അപ്പോൾ ഈ നീറ്റ് മോഡലൊക്കെ അവൾക്ക് റിസൾട്ട്സിലെ ഹോസ്റ്റലിന് സമയത്ത് ഇത്ര മാർക്കിലേക്ക് എത്താറുണ്ടോ? നിമി ഒരിക്കലുമില്ല, ആദ്യമായിട്ടാണ്. ഏകദേശം ഒരു 600 ക്രോസ് ചെയ്യാറുണ്ടായിരുന്നു. ഇടക്കൊക്കെ അങ്ങനെ ക്രോസ് ചെയ്യും താഴേക്ക് വരുന്നത്. അപ്പോൾ സാറന്മാർ എന്തെങ്കിലും വിളിച്ച് ഉപദേശം തരാറോ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടായിരുന്നോ? ഉണ്ട്. ടീച്ചേഴ്സ്, അവിടുത്തെ വാർഡനൊക്കെ ഡയറക്ടേഴ്സിന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രഷർ ഉണ്ടായിരുന്നു? മാർക്ക് കുറയുമ്പോൾ എന്തെങ്കിലും പറയാറുണ്ടായിരുന്നു? പ്രഷർ ആയിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ലാസ്റ്റ് നീറ്റ് മോഡൽ 18 നീറ്റ് മോഡൽ നമ്മൾ നടത്തിയല്ലേ? 18 നീറ്റ് മോഡൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നീറ്റ് മോഡലൊക്കെ എത്ര നമുക്ക് സഹായമായിട്ടുണ്ടായിരുന്നു? നീറ്റ് മോഡൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് എഴുതി നീറ്റ് മോഡലത്തെ ഒരു ക്വസ്റ്റ്യൻ സെയിം പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു എക്സാമിന്. അപ്പോൾ എന്താ നീറ്റ് മോഡൽ ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളി നടത്താൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിമി പറഞ്ഞ പോലെ നമുക്കറിയാം ലാസ്റ്റ് നമ്മൾ ഏകദേശം 17ാമത്തെ നീറ്റ് മോഡലിൽ അല്ലേ, കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ അതായത് വാല്യൂ പോലും തെറ്റാത്ത ക്വസ്റ്റ്യൻ ആണ് നീറ്റിന്റെ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും നന്നായി എഴുതിയിട്ടുണ്ടാകും നമുക്ക് വിശ്വാസം അല്ലേ. അപ്പോൾ നമ്മളോട് നിമ്മി നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അല്ലേ, നീറ്റിന്റെ 2024 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു കോളേജ് അഡ്മിഷൻ കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്കറിയാം നിമ്മി നമ്മളെ അഡ്മിഷൻ എടുക്കും വയനാട് ബത്തേരി സ്വദേശിയാണ്. സാധാരണ കുടുംബത്തിൽ നിന്നും അച്ഛൻ, അമ്മ, അനിയത്തിയും ചേച്ചിയാണ്. ഓക്കെ. നിങ്ങളുടെ ഫാമിലി സാധാരണ ഫാമിലിയിൽ നിന്നും വളർന്നു വന്നൊരു ആളാണ് നമ്മൾ നിമ്മി ജോസഫ് ഇരിക്കുന്നത് ഇവിടെ. അപ്പോൾ അദ്ദേഹത്തെ കുടുംബത്തിൽ പാരൻസ് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ എന്നുള്ള നമ്മൾ മനസ്സിലാക്കാൻ വെച്ചത് അല്ലേ. നമുക്കറിയാം +2 പഠനത്തിന് ശേഷം നിമ്മി ക്രിസ്തായസ് ജോയിൻ ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടായിരുന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഉപരി അവരുടെ കഷ്ടപ്പാടും അവരുടെ കഠിന പ്രയത്നം കൊണ്ടും ദൈനംദിന എക്സാമിൻ്റെ ചിട്ടയായ എക്സാമുകളും എല്ലാം വളരെ വൃത്തിയായി അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് എല്ലാ വിശ്വാസമുണ്ട്. കൂടാതെ തന്നെ അവിടെ ഹോസ്റ്റൽ ലൈഫ് നമുക്കറിയാം എല്ലാ ദിവസവും ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ഞങ്ങളെ അധ്യാപകരെല്ലാവരും ഞങ്ങൾ ഡയറക്ടേഴ്സ് എല്ലാവരും പിന്നെ വിസിറ്റ് ചെയ്യാറുണ്ടാവും. ആ സമയത്ത് അവരുടെ പഠന രീതികളൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ കണ്ടെത്തി. കാരണം സാധാരണ കുട്ടിയെപ്പോലെ അല്ല നിമ്മി, നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ആദ്യ ശ്രമത്തിൽ തന്നെ +2 പഠനത്തിന് ശേഷം റിസൾട്ട്സ് വരികയും അതുപോലെ തന്നെ ആദ്യ ശ്രമത്തിൽ തന്നെ 658 എന്നുള്ള വലിയ സ്കോറിലേക്ക് ഈ വർഷം എത്താൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. അതൊക്കെ ഭാഗമാക്കാതെ നിമ്മിക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് താങ്ക്സ് ഞങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇടയിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് +2 കഴിഞ്ഞ് നേരെ നീറ്റ് കിട്ടുമോ അല്ലേ? നീറ്റ് കിട്ടുമോ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് നമുക്കറിയാം നിമ്മി ജോസഫ് എന്താണ് +2 കഴിഞ്ഞ് നേരെ ക്രിസാഴ്സിൽ വരികയും അതിൽ വളരെ ഫസ്റ്റ് ശ്രമത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ നീറ്റ് കിട്ടി എന്നുള്ളതാണ് ഇതിന് ഒന്നാമത്തെ ഒരു കാര്യം പറയാനുള്ള ഞങ്ങൾക്കുള്ളത്. അപ്പോൾ നിമ്മിയെ പോലെ നിങ്ങളെയും ചേർത്ത് പിടിച്ച് വിജയിപ്പിക്കാനാണ് ക്രിസാഴ്സ് ആഗ്രഹിക്കുന്നത്. ഭാവി ഡോക്ടർമാരിൽ ഒരാളായ നിമ്മിക്ക് ഞങ്ങളുടെ ക്രിസാഴ്സിന്റെ എല്ലാവിധ ആശംസകളും.